ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നന്ദയെ ഡോക്ടർ അകത്തേക്ക് കയറ്റി വിടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അയ്യോ അങ്ങനെ വിടല്ലേ ഡോക്ടറെ, അവളെ വിടല്ലേ ഡോക്ടറെ എന്ന് പറഞ്ഞ് മഹേശ്വരൻ വലിയ ഷോ കാണിച്ചതാണ്. പക്ഷേ ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉടനെ വേർപെടുത്തുമെന്നായി. ഇവിടുത്തെ എല്ലാ റെക്കോർഡ്സിലും എല്ലാ കാര്യങ്ങളിലും നോമിനിയായി ഗൗതത്തിൻ്റെ പേപ്പറുകളിലുള്ളത് അളകനന്ദയുടെ പേരാണെന്നും അതുകൊണ്ട് ആ കുട്ടിയെ ഞങ്ങൾക്ക് ഗൗതത്തിനെ കാണിക്കാതിരിക്കാൻ കഴിയില്ലെന്നും നമ്മുടെ ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും മഹേശ്വരനൊക്കെ ചമ്മിപ്പോയി. ഏതായാലും നന്ദയെ കാണിക്കില്ലെന്നും പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടവും വലിയ ആളുകളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നവരുടെ മുന്നിലേക്ക് നന്ദയാണ് ഗൗതത്തിന് അവകാശപ്പെട്ടവൾ, നന്ദ കഴിഞ്ഞിട്ടേ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഡോക്ടർ സംസാരിച്ചപ്പോൾ അതിനപ്പുറം ഇനി പറയാനായിട്ട് ഇവർക്ക് ആർക്കും ഒന്നും ഇല്ല, പ്രത്യേകിച്ച് ഈ എതിർത്ത് നിൽക്കുന്ന ആർക്കും. അങ്ങനെ നമ്മുടെ ഡോക്ടർ നന്ദയോട് പോയി നമ്മുടെ ഗൗതത്തിനെ കണ്ടോളാൻ പറഞ്ഞു. അത് നന്ദയ്ക്ക് ഒത്തിരി സന്തോഷമായി, പിങ്കിക്ക് അത് ഒത്തിരി ദേഷ്യമായി. ഡോക്ടർ എന്നിട്ട് ഇങ്ങനെ ആ ഒരു സമ്മതം നമ്മുടെ നന്ദയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഡോക്ടറോട് ഒരുപാട് നന്ദിയൊക്കെ നമ്മുടെ നന്ദ പറയുവാണ്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെങ്കിലും ഒരാൾ ബൈസ്റ്റാൻഡറായിട്ട് നിന്നാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ പോകാം എന്നും പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. അതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ വേറൊന്നും നോക്കിയില്ല, നന്ദ വേഗം കയറി അകത്തേക്ക് പോവുക ഗൗതത്തിനെ കാണാനായിട്ട്. ആ സമയത്ത് പുറത്ത് അവളെ കയറ്റി വിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി കീടങ്ങളൊക്കെ കൂടെ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ പോകേണ്ട ആളെ തന്നെയാണ് ഡോക്ടർ കയറ്റി വിട്ടിരിക്കുന്നതെന്നുള്ള കാര്യം പറയുവാണ് ഈ ലക്ഷ്മി. അന്നേരം അവിടെ നിന്ന് പെട്ടെന്ന് നേരത്തേക്കും പറഞ്ഞു, എല്ലാവരും കൂടി ഇവിടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ ഗൗതത്തിൻ്റെ കാര്യം നോക്കാനൊക്കെ നന്ദയുണ്ടല്ലോ, വാ നമുക്കെല്ലാവർക്കും വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞ് അന്നേരം അവിടെ നിന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ലക്ഷ്മി നീ എന്തറിഞ്ഞിട്ടേ ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഇവിടെ അവനെ നോക്കാനായിട്ട് നന്ദയല്ല നിൽക്കാൻ പോകുന്നത്, പിങ്കിമോളാണെന്നും നന്ദയെ അടിച്ചതിനകത്ത് കയറ്റാനുള്ളവളല്ല, അവളെ എന്നേക്കുമായി പടിയടച്ച് ഇറക്കി വിടാനുള്ളവളാണ്, അവളെ ഗൗതം മോൻ അതുപോലെ ഇറക്കി വിട്ടതുമാണ്. ഒരിക്കലും അവൾ ഗൗതത്തെ നോക്കുന്നത് ഒരിക്കലും അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അതുകൊണ്ട് അവളെ ഇവിടെ നിർത്താൻ ഒക്കുകയില്ല, പിങ്കിമോൾ മാത്രം ഗൗതത്തിനെ നോക്കാൻ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ലക്ഷ്മി അതിനെതിർത്തപ്പോഴേക്കും മഹേശ്വരൻ ലക്ഷ്മിയോട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്തു. അതിന് വേറെ ഒന്നും കൂടുതൽ പറയാനായിട്ടുള്ള അവകാശങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്നും പറഞ്ഞ് അതിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അതിനെങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുവാണ്. ഈ സമയത്ത് പിങ്കിക്ക് ഒരുപാട് സന്തോഷമായി. പിങ്കി എന്നിട്ട് പറഞ്ഞു, അമ്മായി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട അമ്മായി, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളും കാര്യങ്ങളും. എന്നിട്ട് മോഹിനിയാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പിങ്കിയെ പറഞ്ഞ് ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നത്. അതേസമയത്ത് ഇവരെല്ലാവരും കൂടി വീട്ടിലോട്ട് പോരാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ അകത്ത് കയറി ചെന്നപ്പോൾ ഗൗതം നല്ല മയങ്ങിക്കിടക്കുന്ന ഗൗതം. അപ്പോൾ ഗൗതത്തിൻ്റെ അരികിലേക്ക് നന്ദ പോയപ്പോഴേക്കും ശ്വാസം മുട്ടി പുറത്ത് നിൽക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് വെച്ച് പിടിച്ചു അകത്തേക്ക് ഈ പറയുന്ന പിങ്കി ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ നന്ദ ഗൗതത്തിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നല്ല മയക്കത്തിൽ കിടക്കുന്ന ഗൗതത്തിൻ്റെ അരികിലല്ലേ നന്ദ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഗൗതം കേൾക്കില്ലെന്നുള്ള കാര്യം പിങ്കിക്ക് ഉറപ്പായി. പിങ്കി ആ സമയത്ത് ഗൗതത്തിൻ്റെ മുന്നിൽ വെച്ച് നന്ദയോട് പറയുവാണ്. അപ്പോൾ ഗൗതമൊന്നും കേൾക്കുന്നില്ലെന്നാണ് ആശാത്തിയുടെ വിചാരം. പറയുന്നത്, നീ ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്, നീ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് വല്ലാത്തൊരു അവസ്ഥയായി പോകും, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോണം എന്നും പറഞ്ഞുകൊണ്ട് ഈ പിങ്കി നന്ദയോട് പറയുമ്പം, നീ ഇവിടെ വന്ന് നിന്നാൽ ഗൗതം സാറിന് കൊടുക്കാൻ പോകുന്നത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, പക്ഷേ ഞാൻ കൊടുക്കാൻ പോകുന്നത് ട്രീറ്റ്മെൻറ്റാണ്, അതുകൊണ്ട് തന്നെ നിൻ്റെ യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല, ഞാനാണ് ഇവിടെ നിൽക്കേണ്ട ആൾ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഗൗതം കണ്ണ് തുറന്ന് നോക്കുമ്പം നിന്നെ കാണുന്നത് ഗൗതത്തിന് ഒട്ടും ഇഷ്ടാവില്ല, ഗൗതം ഭയങ്കരമായിട്ട് ടെൻഷനാവും, ഷൗട്ട് ചെയ്യും, അപ്പോൾ അത് ഗൗതത്തിൻ്റെ ആരോഗ്യനിലയെ ബാധിക്കും തുടങ്ങിയ രീതിയിലൊക്കെ പിങ്കി ഇങ്ങനെ നന്ദയെ പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല പിങ്കി, നീ എന്തെല്ലാം പറഞ്ഞാലും ഗൗതം സാറ് കണ്ണ് തുറന്ന് എന്നെ കാണണ്ടെന്നോ അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കണ്ട എന്നോ പറയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല, പിന്നെ നീ അതിൻ്റെ പേരിൽ ഇനി എന്തെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം നന്ദ ഇങ്ങനെ സാറിന് തന്നെ നോക്കിക്കൊണ്ട് സാറിൻ്റെ കയ്യിലൊക്കെ തൊട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും, അതെ നിന്നെ ഞാനിവിടെ നിർത്തില്ലടി, എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാനിവിടെ നിർത്തില്ല, കാരണം ഗൗതത്തിൻ്റെ വീട്ടുകാർ ഗൗതത്തിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയല്ല, പുറത്തായ അല്ലെങ്കിൽ ഗൗതം അടിച്ചിറക്കി വിട്ട നിന്നെയല്ല,
അവരുടെ അംഗമായ ഈ എന്നെയാണെന്ന് പറയുമ്പോൾ അത് ഗൗതം സാറാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ നന്ദ അവിടെ തന്നെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ നന്ദ എന്ത് ചെയ്തു, ഗൗതത്തിൻ്റെ അരികിലേക്ക് അടുത്തടുത്ത് ചെല്ലുന്നത് കണ്ടു പിങ്കി നന്ദയെ പിന്നോട്ട് പിടിച്ച് വലിക്കുക. അപ്പോൾ ഇങ്ങനെ പിന്നോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറഞ്ഞു വിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശബ്ദം പിന്നെ രണ്ടെണ്ണങ്ങളും കൂടെ ഉന്തും തള്ളുവായിട്ടോ. നന്ദ ഒരു കാരണവശാലും ഗൗതത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല ഈ പിങ്കി പിറകിൽ നിന്ന് വലിയ. ഈ സമയം നമ്മുടെ ഗൗതം പെട്ടെന്ന് ഈ ചെറിയ ശബ്ദങ്ങൾ കേട്ടിങ്ങനെ പതുക്കെ ഇങ്ങനെ അനങ്ങി തല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോയി. അപ്പോൾ ചെറിയ മുക്കലും മുരങ്ങലും മൂളലും ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ നന്ദ നോക്കിയപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കുന്ന ഗൗതത്തെയാണ് കണ്ടത്. പിങ്കിക്ക് എന്നേരവും ഗൗതത്തിൻ്റെ അരികിലേക്ക് നന്ദയെ വിടരുതെന്നുള്ളൊരിത്. അപ്പോൾ സാറിന് ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പേടി ഇതൊക്കെ അങ്ങ് കയറി കഴിഞ്ഞപ്പോഴേക്കും മാറി നിൽക്കടിയെന്നും പറഞ്ഞുകൊണ്ട് ഈ പിങ്കിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു നന്ദ. പിങ്കി പോയി തെറിച്ച് വീഴുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ നന്ദ പതക്കെ ഗൗതത്തിൻ്റെ തലയെടുത്ത് ഇങ്ങനെ ബെഡിലേക്ക് തന്നെ ശരിയാക്കി വെച്ച് നന്ദ ഗൗതത്തിൻ്റെ അരികിലിരുന്ന് ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ തല വെച്ച് കിടക്കുന്നു. ഉരുണ്ട് വീണ പിങ്കി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ഇത്. ഈ കാഴ്ച കണ്ടപ്പോഴേക്കും പിങ്കിയുടെ പിടിവള്ളി മൊത്തത്തിൽ വിട്ടില്ലേ, ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കും കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ ഗൗതം പതുക്കെ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൊൻ്റെ അരികിൽ നന്ദ. അപ്പോൾ ഗൗതം കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നന്ദയെ കണ്ടു. അപ്പോൾ ഗൗതം ഇങ്ങനെ നന്ദേ എന്നും പറഞ്ഞ് വിളിച്ചു. നന്ദ വേഗം തന്നെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കുക. ഗൗതം ഒന്നും മിണ്ടുന്നില്ല, നന്ദയൊന്നും മിണ്ടുന്നില്ല. ഇവരിങ്ങനെ കണ്ണിൽ നോക്കുമ്പോൾ കണ്ടോ ഗൗതം, കണ്ടോ ഇവള് വന്നിരിക്കുന്നത് കണ്ടോ, വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതാണ് ഇവളിതേ ഗൗതത്തിന് വീണ്ടും സ്ട്രെയിൻ തരാൻ വന്നിരിക്കുന്നത്. ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട് ഗൗതം ഇവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആരും ഇവളെ അംഗീകരിക്കുന്നവളുമല്ല. അതുകൊണ്ട് തന്നെ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്. ഗൗതത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. ഇവളെ ഇവിടെ നിർത്തരുത് ഗൗതം. ഇവളെ ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് അത് ആപത്താണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് അവസാന പരിശ്രമം എന്നുള്ള രീതിയിൽ ഈ പിങ്കി അങ്ങ് നടത്തി. പക്ഷേ എല്ലാ അടവുകളും എല്ലാ തന്ത്രങ്ങളും മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഗൗതത്തിൻ്റെ തീരുമാനം. അത് വേറൊന്നും കൊണ്ടല്ല, നന്ദ ആരാണെന്നും പിങ്കി ആരാണെന്നും ഗൗതത്തിന് നന്നായിട്ട് അറിയാം. ഇതുപോലെ നന്ദയെ ഇങ്ങനെ ആക്ഷേപിച്ച് പിങ്കി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ ഒരു ചെറിയ ഇലയിൽ നിന്ന് കുറച്ച് ചന്ദനം എടുത്ത് നമ്മുടെ ഗൗതത്തിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്താ ഇത്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് നന്ദ പറഞ്ഞു. നീ എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയെന്നും പറഞ്ഞു. അപ്പോൾ വഴിപാട് കഴിപ്പിച്ചതിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ഇവളുടെ അടവാണെന്നുള്ള രീതിയിൽ പിങ്കി അവിടെ നിൽക്കുക കേട്ടോ. പിങ്കി എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല, നടക്കാനുള്ളതേ അവിടെ നടക്കും. അപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ കൈ, ചന്ദനക്കുറി തൊട്ട കൈ ഗൗതം ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പം തന്നെ കളി ഫ്ലോപ്പായി എന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നീ അമ്പലത്തിൽ പോയോ, എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചപ്പം അതേന്നൊക്കെ പറഞ്ഞതും അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം നന്ദയുടെ കൈകളിൽ പിടിച്ച് പിങ്കിയോട് പറഞ്ഞു, പിങ്കിയോട് അവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് നന്ദ നിന്നോളും, നന്ദയാണ് എന്നെ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം നന്ദയെ ചേർത്ത് പിടിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ നന്ദ ചിരിച്ചുകൊണ്ട് പിങ്കിയെ നോക്കി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് സഹിക്കുമോ? പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് കലിപ്പ് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഗൗതം, നീ ഇതിനൊക്കെ അനുഭവിക്കും ഗൗതം എന്നും പറഞ്ഞിട്ടാണ് ആശാത്തി പോകുന്നത്. അങ്ങനെ ആശാത്തി പോയി. ഈ സമയത്ത് നമ്മുടെ ഗൗതവും നന്ദയും കൂടെ മുഖാമുഖം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിൽ അന്നുണ്ടായ വഴക്കിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ നിന്നെ ഇറക്കി വിട്ടിട്ടും ഞാൻ അത്രയ്ക്ക് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ നീ എന്തിനാണ് എന്നെ തേടി വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കേണ്ട സമയമല്ലെന്നും ഗൗതം സാറ് ടെൻഷൻ അടിക്കാതെ വിശ്രമിക്കേണ്ട സമയമാണെന്നും പറഞ്ഞു. സാറിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അടുത്തുണ്ടാവും എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുക. അപ്പോൾ നന്ദ അത് പറഞ്ഞപ്പോൾ നീ ഒരിക്കലും എന്നെ കാണാൻ പോലും വരില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതവും തിരിച്ചിങ്ങനെ പറയുന്നു. ഗൗതം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് അങ്ങനെ സാറിനെ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നന്ദയും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരൊന്നായി. അവർ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടല്ലോ. ഈ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പിങ്കി കള്ളക്കണ്ണീരൊക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങി ചെല്ലുക. അപ്പോഴേക്കും എന്താ ഈ മോളെ എന്നും ചോദിച്ചുകൊണ്ട് അവിടുന്ന് മഹേശ്വരനൊക്കെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല, അവൾ ഭയങ്കര കാഞ്ഞ വിത്താണെന്നും പറഞ്ഞ് അവിടെ നന്ദയെ കുറ്റം പറയാം. അപ്പോൾ ഈ കലങ്ങിയ കണ്ണുമായിട്ട് ഇറങ്ങി വരുന്ന പിങ്കിയെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായി. കാരണം ഇവളുടെ അടവ് അവിടെ നടന്നിട്ടില്ലെന്നുള്ള കാര്യം ലക്ഷ്മിക്ക് വ്യക്തമായി മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ആ ഒരു കാര്യം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ഈ നന്ദ ഭയങ്കര അടവുകാരിയാണെന്നൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അവൾ അവിടെ ചെന്ന് ഗൗതത്തിനെ പറഞ്ഞു മയക്കി കയ്യിലാക്കി നമ്മളാരും വേണ്ട, അവൾ മതിയെന്നാണ് ഗൗതം പറഞ്ഞത്, ഗൗതം നമ്മുടെയൊക്കെ കൈവിട്ടു പോയി, ആ രീതിയിലാണ് അവൾ അവിടെ ഗൗതത്തിനെ മയക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയതായിട്ട് ഇവരെ എല്ലാവരെയും വീണ്ടും വീണ്ടും നന്ദയുടെ ശത്രുവാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മളാരും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഗൗതത്തിൻ്റെ അരികിൽ നമ്മളാരും വേണ്ട, നന്ദ മതിയെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പം ഇപ്പം എങ്ങനെയുണ്ടെന്ന് ലക്ഷ്മി ചോദിച്ചു. യഥാർത്ഥ തീരുമാനമാണ് എൻ്റെ മോൻ എടുത്തിരിക്കുന്നതെന്നും അവനെ നോക്കേണ്ട ആൾ തന്നെയാണ് അവൻ്റെ അരികിൽ നിൽക്കുന്നതെന്നും അതിൽ നിങ്ങളാരും ഒന്നും പറയേണ്ട കാര്യമില്ല എന്നും നമ്മുടെ ലക്ഷ്മിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ മഹേശ്വരന് അവൻ അനുഭവിക്കാൻ പോവുകയാണ്, അവൻ്റെ എടുത്തുചാട്ടമാണ്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇനി പറഞ്ഞു കൂട്ടാൻ ഇനി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അതിനുശേഷം അവിടെ നിന്നിട്ട് കാര്യമില്ല, ചുമ്മാ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ട്, ഒരാവശ്യമില്ല. പിങ്കി ഇനി ആ ഏരിയയിലേക്ക് എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിൽ പിങ്കി അങ്ങനെ കരഞ്ഞുള്ളതും ഇല്ലാത്തതെല്ലാം പുറത്തു വന്ന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തിരിച്ചു പോകാനായിട്ട് ഇനിയിപ്പോൾ എന്ത് കാണാൻ ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ പോകാനായിട്ട് ഒരുങ്ങുന്നു. ഇതേ സമയത്ത് വീണ്ടും നമ്മുടെ നന്ദയും ഗൗതവും അകത്ത് വളരെ ഹാപ്പി ആയിട്ട് ഗൗതത്തിൻ്റെ തൊട്ടരികിൽ ഗൗതത്തിനെ ചേർന്ന് ഗൗതത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ നന്ദ എങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇടം വലം പോലും ഗൗതത്തിനെ അനങ്ങാൻ സമ്മതിക്കാതെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനെ പരിചരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് അടിപൊളി കഥയുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഡയലോഗ്സിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ സിറ്റുവേഷനെല്ലാം ഇത് തന്നെയാണ് നമ്മുടെ കഥയിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക്